ഹലോ, ടുഡേസ് റിയാദിന്റെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മലയാളത്തിൽ കോടീശ്വരം പരിപാടിയും അതുപോലെ തന്നെ കോമഡി പരിപാടികളൊക്കെ പ്രശസ്തി നേടുന്നതിന്റെ ഒരുപാട് മുന്നേ മലയാളി പ്രേക്ഷകർ എന്നും കാണാൻ കാത്തിരുന്ന ഒരു ഗംഭീര പരിപാടി ഉണ്ടായിരുന്നു. അറിവ് കൊണ്ടും ബുദ്ധി കൊണ്ടും സമയം കൊണ്ടും നേരിടേണ്ട റിവേഴ്സ് ക്വിസ് എന്ന ഒരു വളരെ വ്യത്യസ്ത അറിഞ്ഞ പരിപാടി. മലയാളത്തിൽ എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ എന്നല്ല ലോകം മൊത്തം വളരെ പ്രചാരം നേടിയൊരു പരിപാടി. അതിന്റെ എല്ലാമായ മലയാളികളുടെ ഗ്രാൻഡ് മാസ്റ്റർ ശ്രീ ഡോക്ടർ GS പ്രദീപാണ് ഇന്ന് ടുഡേസ് റിയാദിന്റെ കൂടെ ഉള്ളത്. സർ, വെൽക്കം. We are much honored to have you today and thank you so much for spending your time. ഇന്ന് സാർ അത്രയും തിരക്കുള്ള ഒരു ഇടയിൽ ഞങ്ങൾ കൂടെ ഇത്രയും സമയം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. അശ്വമേധം എന്ന പരിപാടി കഴിഞ്ഞ് സാർ ഇടയ്ക്ക് ഒരു സിനിമ സംവിധാനം ചെയ്തു, സ്വർണ്ണ മത്സ്യങ്ങൾ. സാർ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? അശ്വമേധം 7000-ഓളം എപ്പിസോഡുകൾ കഴിഞ്ഞ ഒരു പ്രോഗ്രാമാണ്. ആദ്യം തുടങ്ങി ഒരു വർഷത്തിൽ 500 എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ, 2.5 വർഷം കഴിഞ്ഞ് 500 എപ്പിസോഡ് ആയപ്പോൾ ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടുകയാണ് ചെയ്തത്. മലയാളത്തിൽ അത് തുടർച്ചയായി 5.5 വർഷക്കാലമാണ് ഒന്നാമത്തെ സീസൺ ചെയ്തത്. അത് 3000-ഓളം എപ്പിസോഡുകൾ ആകെ മലയാളത്തിൽ ചെയ്തു. മലയാളത്തെ തുടർന്ന് തമിഴിൽ 3 വർഷക്കാലം സ്റ്റാർ വിജയിലായിരുന്നു, പിന്നെ തെലുങ്കിലായിരുന്നു സാക്ഷി ടിവിയിൽ. അതിനോടൊപ്പം തന്നെ 7 വർഷക്കാലം ശ്രീലങ്കയിൽ രാജാ മഹീന്ദ്രയുടെ ശക്തി ടിവിയിൽ ഉണ്ടായിരുന്നു, MTV ഗ്രൂപ്പിന്റെ. പിന്നെ ഓസ്ട്രേലിയയും UK അടക്കമുള്ള രാജ്യങ്ങളിലും റിവേഴ്സ് ക്വിസ് അവതരിപ്പിച്ചു, ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ. ഈ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് വരെയും അശ്വമേധത്തിന്റെ ഇപ്പോഴത്തെ സീസൺ 150 എപ്പിസോഡുകളുള്ള ഈ സീസൺ നടത്തി കഴിച്ചിട്ടാണ് ഞാൻ വന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ള പ്രോഗ്രാം. മിക്ക ദിവസങ്ങളിലും പ്രോഗ്രാം ഉള്ള ആളാണ് ഞാൻ. കാരണം ക്വിസിംഗ് വിത്ത് ഗ്രാൻഡ് മാസ്റ്റർ എന്നൊരു ഫേം ഉണ്ട്. അപ്പൊ എന്റെ ക്വിസ് ഷോകൾ കേരളത്തിനകത്തും ഇന്ത്യക്കകത്തും പുറത്തും ഒക്കെയായി പ്രോഗ്രാമുകളുണ്ട്. ഒപ്പം പ്രഭാഷണങ്ങൾ മാസത്തിൽ 20 ദിവസം ഉണ്ടാകും. നിങ്ങൾ കേൾക്കുന്നവർ ശ്രദ്ധിക്കുന്നുണ്ടാകും. മാത്രമല്ല, ഇപ്പോൾ വീട്ടിൽ ടെലിവിഷനിലിരുന്ന് ആരും വീട്ടിലിരുന്ന് TV കാണുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. യൂട്യൂബിലൂടെ എൻ്റെ എല്ലാ പ്രോഗ്രാമുകളും, എല്ലാ ലൈവ് ഷോകളും കാണുന്നുണ്ട്. സ്വാഭാവികമായും അതുകൊണ്ട് അതാണ് കൂടുതൽ ഫീസിബിൾ. നമ്മളൊരു സ്റ്റേജ് ഷോ ചെയ്യുമ്പോൾ അത് യൂട്യൂബിലൂടെ, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കാണാൻ കഴിയും ആളുകൾക്ക്. എന്നാൽ നമുക്ക് അതിനുവേണ്ടി ചിലവഴിക്കേണ്ടി വരുന്ന സമയം ഒരു ദിവസത്തിന്റെ പകുതി മാത്രവുമാണ്. അതുകൊണ്ടാണ് ടെലിവിഷൻ ചാനലുകളിൽ പ്രോഗ്രാം ചെയ്യുന്നത്. ആ ഒരു സ്റ്റേജ് കഴിഞ്ഞല്ലോ. അത് 25 വർഷം ഞാൻ ചെയ്തു വിവിധ ഭാഷകളിൽ. ഇപ്പൊ സൗദി അറേബ്യയിൽ തന്നെ ഇന്ന് വന്നത് കേളിയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടന പരിപാടിയായി അറേബ്യൻ ബ്രെയിൻ ബാറ്റിലിന്റെ ആദ്യ സീസൺ അവതരിപ്പിക്കാനാണ്. അതൊരു ഇന്റർ സ്കൂൾ ക്വിസ് കോൺടെസ്റ്റ് ആയിരുന്നു സൗദി അറേബ്യയിലുള്ള ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ. തൊട്ടു മുമ്പത്തെ വർഷം ഉണ്ടായിരുന്നു അറേബ്യൻ ജീനിയസ്, റിയാദ് ജീനിയസ് എന്ന പേരിൽ പ്രവാസ ലോകത്തെ ഏറ്റവും ബൗദ്ധിക ശേഷിയുള്ള മലയാളിയെ കണ്ടെത്തുന്ന പ്രോഗ്രാം. കഴിഞ്ഞ വർഷമാണ് ഏറെക്കുറെ ഇതേ സമയം. അത് മലാസിലെ ലുലു റൂഫരീനയില് 7500-ഓളം പേർ പങ്കെടുത്ത ഷോ ആയിരുന്നു. അത് 1 വർഷം ആവുന്നതിലൂടെ വന്നിട്ട്. പിന്നെ ചില ഔദ്യോഗിക തിരക്കുകളുണ്ട് സ്വാഭാവികമായും. കാരണം ഞാൻ കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന്റെ വിവിധോദ്ദേശ സാംസ്കാരിക കേന്ദ്രം, നമ്മുടെ മൾട്ടിപർപ്പസ് കൾച്ചറൽ സെന്റർ ഓഫ് ഗവൺമെന്റ് ഓഫ് കേരള, വൈലോപ്പള്ളി സംസ്കൃതി ഭവന്റെ VC ആണ്. ഒപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സ്ട്രാറ്റജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഒപ്പം ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കുവാനുള്ള CM വിത്ത് മീ, മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന മഹൽ പ്രസ്ഥാനത്തിന്റെ സ്ട്രാറ്റജിയുടെയും കമ്മ്യൂണിക്കേഷന്റെയും ഡയറക്ടർ എന്ന നിലയിൽ അതിന്റെ ചുമതലയും വഹിക്കുന്നുണ്ട്. ബാലകേരളം എന്ന മിഷന്റെ സംസ്ഥാന കൺവീനറാണ് ഗവൺമെന്റിന്റെ. അങ്ങനെയുള്ള ഔദ്യോഗിക കാര്യങ്ങളുണ്ട്. പിന്നെ എഴുത്തും പ്രസംഗവും കിഷോകളും ഒക്കെ കൂടെയായി വളരെ സജീവമാണ്. എന്റെ വീട്ടുകാരെ കാണുന്നത് വളരെ അപൂർവമാണ്. കേളിയുടെ അറേബ്യൻ ബ്രെയിൻ ബാറ്റിൽ നല്ല ഗംഭീര പരിപാടിയായിരുന്നു. ഒരുപാട് കുട്ടികൾക്കും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും ഒരുപാട് അറിവ് നേടിക്കൊടുക്കാൻ സാറിനെ പോലെ ഒരാൾ ഈ പ്രവാസികളുടെ ഇടയിൽ വന്ന് ഇത്രയും സമയം സ്പെൻഡ് ചെയ്യുന്നതിന് ഞങ്ങൾക്ക് വളരെ അനുഗ്രഹീതമായിട്ടുള്ള ഒരു സമയമാണ്. കേളി എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതര പരിപാടികളിൽ ഞാൻ പറഞ്ഞല്ലോ, മാസത്തിൽ പല ദിവസങ്ങളിലും പ്രോഗ്രാം ഉണ്ട്. ഇവിടെ വരുന്നതിന് തൊട്ട് മുമ്പിൽ താഴ്ച 4 ഷോകൾ കഴിഞ്ഞിട്ടാണ് പലയിടങ്ങളിൽ. അതുപോലൊരു കൂട്ടായ്മയോ പ്രസ്ഥാനമോ അല്ല കേളി. നേരുകളുടെ നടുവിൽ നിന്നുകൊണ്ട് നിശബ്ദരായി പോകുന്ന ജനതയോട് ആത്മസംവാദത്തിന്റെ ആവശ്യകതയെ ഓർമ്മിപ്പിക്കുന്ന പുരോഗമന പ്രവർത്തനമാണ് സാമൂഹിക സാംസ്കാരിക ചിന്തകൾ എന്ന് വിശ്വസിക്കുന്ന മനസ്സാണ് കേളിക്കുള്ളത്, എനിക്കും ഉള്ളത്. ഞങ്ങളുടെയൊക്കെ പേരിന് മുൻപ് ഒരു സമുദായ നാമമെന്നോ ഒരു സർനെയിമെന്നോ ഒരു വിളിപ്പേരെന്നൊക്കെയുണ്ട്. മലയാളത്തിൽ സഖാവെന്നും ഇംഗ്ലീഷിൽ കോംറേഡ് എന്നുമാണത്. അതുകൊണ്ട് കേളി എനിക്ക് അന്യമായ ഒരു ഭൂമികയല്ല, മറിച്ച് ഞാൻ എന്നെ പോലെ ഒരുപാട് പേർ അടങ്ങുന്ന
ഒരു സാംസ്കാരിക ഭൂപടമാണ് കേളി. അതുകൊണ്ട് ഇറ്റ്സ് മൈ ഓൺ പ്രോഗ്രാം. കേളിയുടെ പ്രോഗ്രാമിൽ അതിഥിയായി വന്നതല്ല, കേളിയോടൊപ്പം ചേർന്നുകൊണ്ട് കേളിയും ഞാനും ചേർന്നുകൊണ്ട് അവതരിപ്പിക്കുന്ന ഞാനും നീയും എന്നതില്ലല്ലോ. ഈ ഏറ്റവും പ്രധാനപ്പെട്ടത് ചുംബനമാണെന്ന് ഞാൻ പറയാറുണ്ട്. കുട്ടികളെ ചുംബിക്കാൻ പഠിപ്പിക്കണമെന്നാണ് ഞാൻ പറയാറുള്ളത് മലയാളികൾക്ക്. കാരണം ചുംബിക്കാൻ നമുക്ക് ചുണ്ടുകൾ വേണം. ചുണ്ടുകൾ ഉണ്ടായാൽ പോരാ, ചുണ്ടുകൾ കൂടിച്ചേരുമ്പോഴാണ് ചുംബനം ഉണ്ടാവുക. ഞാൻ എന്ന് ഒരു കോടി തവണ പറയുമ്പോഴും ഈ ചുണ്ടുകൾ അകന്നു പോകും. നീ എന്ന് പല കോടി തവണ കൽപ്പിച്ചാലും ചുണ്ടുകൾ അകന്നു പോകും. പല കോടി ഞാനിലും പല കോടി നീയിലും ഇരു ധ്രുവങ്ങളിൽ എന്ന പോലെ അകന്നു പോകുന്ന ഈ ചുണ്ടുകൾ പരസ്പരം കൂടിച്ചേർന്ന് ചുംബനം സാധ്യമാകുന്നത് ഞാൻ നീ എന്നീ വാക്കുകൾ പറയുമ്പോഴല്ലല്ലോ, നമ്മൾ എന്ന വാക്ക് പറയുമ്പോഴാണ്. അതുകൊണ്ട് കേളി ഞാൻ എന്നതില്ല, നമ്മൾ എന്നതാണ്. അതുകൊണ്ട് കേളിയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കേളി തീരുമാനിച്ചത് ഒരു നൃത്തപരിപാടിയായിരുന്നില്ല, മറിച്ച് അറിവിന്റെ ആഴങ്ങളിലൂടെ ഒരു നാടിനെ കുട്ടികളെ സഞ്ചരിപ്പിക്കുവാൻ പ്രാപ്തരാക്കുന്ന ഒരു പ്രവർത്തനമാണ് എന്നുള്ളതാണ്. സന്തോഷം, അഭിമാനം, ആഹ്ലാദം. പ്രോഗ്രാം നന്നായി എന്ന് താങ്കളെപ്പോലെ വളരെ വിശദമായി കാര്യങ്ങളെ അപഗ്രഥനത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, പക്ഷെ വിശദമായി കാര്യങ്ങൾ അപഗ്രഥിക്കുക എന്നതാണ് പ്രധാനം. താങ്കളോട് ഞാൻ യോജിക്കുകയും എന്നോട് താങ്കൾ യോജിക്കുകയും ചെയ്യുന്നതിലല്ല, വിയോജിപ്പുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്യുവാനുള്ള താങ്കളുടെ ഇഷ്ടങ്ങളുണ്ടല്ലോ, അതിനോട് ഞാൻ എന്നും വളരെ അത്തരം കാര്യങ്ങളാണ് മനുഷ്യന്റെ കരുത്ത് പകരുന്നത്, മനുഷ്യർക്ക് ശക്തി പകരുന്നത്. അത് നിലനിർത്തുക. ഇപ്പൊ നന്നായി എന്ന് താങ്കൾ പറഞ്ഞതിൽ സന്തോഷം. പക്ഷെ ഇതിനപ്പുറം മറ്റൊന്നുണ്ട്. ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ സന്തോഷം ഇതിൽ വന്നു നിറഞ്ഞ വലിയൊരു ജനക്കൂട്ടം ഉണ്ടായിരുന്നു. മികച്ച കുട്ടികളായിരുന്നു മത്സരിച്ചത്. പ്രോഗ്രാം ഗംഭീരമായി എനിക്ക് തോന്നുന്നു ഞാൻ 5 മണിക്കൂറൊക്കെയാണ് നിന്ന് പ്രോഗ്രാം ചെയ്തത്. അവസാനം വരെ ആളുകൾ എൻജോയ് ചെയ്തു. ഒരു കാഴ്ചക്കാരൻ എന്നുള്ള പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ താങ്കൾ അതിനെക്കുറിച്ചാണ് നല്ല വാക്കുകൾ പറഞ്ഞത്. പക്ഷെ എനിക്കോ കേളിക്കോ അതല്ല സന്തോഷം. ഈ പ്രോഗ്രാമിലെ ആളുകളുടെ എണ്ണമോ പങ്കാളിത്തമോ ഒക്കെ സന്തോഷകരം തന്നെ. ഞങ്ങളുടെ ലക്ഷ്യം അതൊന്നും ആയിരുന്നില്ല. ഇത്തരം ഒരു പ്രോഗ്രാം ആരംഭിച്ചപ്പോൾ അല്ലെങ്കിൽ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഒരു വിഷൻ ഉണ്ടായിരുന്നു, ഒരു ദർശനം, ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ 2 കാറ്റഗറിയിലെ കുട്ടികൾ, ഹൈസ്കൂൾ വരെയുള്ള കുട്ടികളും ഗ്രേഡ് 1 ഗ്രേഡ് 2 വരെയുള്ള മറ്റൊരു കാറ്റഗറിയും. ഈ 2 വിഭാഗങ്ങളിലായി പങ്കെടുത്ത കുട്ടികൾക്ക് പ്രിലിമിനറി മത്സര പരീക്ഷ കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് 2 വിഭാഗത്തിൽ നിന്നും ടോപ്പ് 6 കണ്ടസ്റ്റൻസിനെ, ഇൻഡിവിജ്വൽസിനെ ഞങ്ങൾ തിരഞ്ഞെടുത്തു. സ്കൂളിലെ 1ാം റാങ്കുകാരനും ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഗ്രേഡ് 11, 12ലെ 6ാം റാങ്കുകാരനും, അങ്ങനെ സന്തുലിതമായ 6 ടീമുകളെ ഞങ്ങൾ കണ്ടെത്തി. അതും എന്തിനാണ് എന്ന് പലരും ചിന്തിച്ചിട്ടുണ്ടാകാം. ഞങ്ങളുടെ ദർശനം ഈ മത്സരത്തിന്റെ ഒടുവിലാണ്. ഒരു ഉദാഹരണത്തിന് ഈ മത്സരത്തിൽ വിജയിച്ചവരെ എടുക്കാം. വിജയിച്ച ടീം 2 കുട്ടികൾ. ഒന്ന് തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ ഒരുപക്ഷെ ബ്രാഹ്മണിക്കൽ ഹെജിമണിയൊക്കെ ഉള്ള ഒരു കുടുംബത്തിൽ ജനിച്ച ഷാൻ ഗോപാൽ നമ്പി എന്ന ഒരു കുട്ടി. മറ്റൊന്ന് മലപ്പുറത്തെ KP ദിൽഷാദ് എന്ന ഒരു കുട്ടി. ആ കുട്ടിയുടെ വേഷം തന്നെ ഒരു നമ്മുടെ സൗദി കുപ്പായമായിരുന്നു. അതിനു മുൻപ് നമ്പിയും ദിൽഷാദും തമ്മിൽ കണ്ടിട്ടില്ല. അവർ വീടുകളിൽ സംസാരിക്കുന്ന ഭാഷ ഒന്നല്ല, അവർ വിശ്വസിക്കുന്ന മതങ്ങൾ ഒന്നല്ല, അവരുടെ ആഹാര രീതികളോ അവരുടെ ചിന്താധാരകളോ അവരുടെ സാമൂഹ്യ ദർശനങ്ങളോ അവരുടെ രുചികളോ മണങ്ങളോ ഒന്നല്ല. ലോകത്തിൽ എല്ലാത്തിനെയും ഒന്നിച്ചു ചേർക്കുവാൻ കഴിയുന്ന ഏറ്റവും മഹത്തായ നിർവചനത്തിന്റെ പേരാണ് അറിവ് എന്ന് പ്രഖ്യാപിക്കാനാണ് കേളി ആഗ്രഹിച്ചത്. മത്സരം കഴിഞ്ഞു, സമ്മാനം വാങ്ങിക്കഴിഞ്ഞ് പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ആഹ്ലാദം ഇരട്ടി മധുരമായത് സംഘാടകരെ ഇതിലൊരു കുട്ടിയുടെ രക്ഷകർത്താവ് ഫോൺ ചെയ്തിട്ട് ആവശ്യപ്പെട്ടത് മറ്റേ കുട്ടിയുടെ രക്ഷകർത്താവിന്റെ നമ്പരാണ്. നമ്മുടെ മക്കൾ ഇനിയും ഒരുമിച്ച് വായിക്കുകയും ഒരുമിച്ച് പഠിക്കുകയും ഒരുമിച്ച് ചിന്തിക്കുകയും ചെയ്യട്ടെ എന്നാണ്. അഗ്നിയെ നമുക്കെല്ലാം ഇഷ്ടമാണ്. From my primary classes, I was taught that fire can be created by rubbing sticks or stones together. Since then, I personally tried, but in vain. I couldn't create even a single spark of fire. ഞാനൊരു വെച്ച് നോക്കിയിട്ട് അഗ്നി ഉണ്ടാക്കാൻ പറ്റിയില്ല എന്ന് കരുതി എനിക്ക് അഗ്നിയോട് വെറുപ്പില്ല. അഗ്നിയോട് ഇഷ്ടമാണ്. എനിക്ക് മാത്രമല്ലല്ലോ, കടലിലുള്ളവനും കാട്ടിലുള്ളവനും മരുഭൂമിയിലുള്ളവനും തണുത്തുറഞ്ഞ ദ്വീപിലുള്ളവനും പർവ്വതത്തിന്റെ മുകളിലുള്ളവനും അടിവാരത്തിലുള്ളവനും അഗ്നിയെ ഇഷ്ടമാണ്. ഏത് മതത്തിലും
ഏത് ഭാഷയിലും ഏത് രാഷ്ട്രത്തിലുമുള്ളവരും അഗ്നിയെ ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഇങ്ങനെ അഗ്നിയെ ഇഷ്ടം? ഇസ് ഇറ്റ് ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് us ഇൻ കുക്കിംഗ് ഫുഡ്? പന്തമായി കൊളുത്തിപ്പിടിച്ചാൽ വനയാത്രകളിൽ വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാം എന്നതുകൊണ്ടോ, ആഹാരം പാചകം ചെയ്യാൻ സഹായിക്കുന്നു എന്നതുകൊണ്ടോ, ചൂടും വെളിച്ചവും തരുന്നത് കൊണ്ടോ ഒക്കെയാണോ എല്ലാവരും ഒരുപോലെ അഗ്നിയെ ഇഷ്ടപ്പെടുന്നത്? അല്ല. വല്ലാതെ തണുത്തുറഞ്ഞ ശീതകാല രാത്രികളിൽ, തണുപ്പിങ്ങനെ സൂചിമുഖികളെ പോലെ ഞരമ്പുകളിൽ തുളച്ചു കയറുന്ന കടുത്ത തണുത്ത രാത്രികളിൽ ഒരു ക്യാമ്പ് ഫയർ ഒരുക്കി നോക്കൂ, ഒരു അഗ്നികുണ്ഡം. ജാതി, മത, കുല, വർഗ, വർണ്ണ, രാഷ്ട്രീയ, മണ, പണ, നിറ, ലിംഗ, രാഷ്ട്ര, ദേശ, ഭാഷ ഭേദങ്ങളൊന്നുമില്ലാതെ എല്ലാ മനുഷ്യരും ആ തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ ഒരേ മനസ്സോടെ ചുറ്റുമിരുന്ന് ചൂടുകായുമ്പോൾ സർവരെയും സമഭാവനയോടെ ചൂടുകായാൻ പ്രേരിപ്പിക്കുന്ന ഈ ലോകത്തിലെ ഏറ്റവും സോഷ്യലിസ്റ്റിക്കായ, ഏറ്റവും സമഭാവനയുള്ള ആതിഥേയനാണ് അഗ്നി എന്നതുകൊണ്ടാണ് അഗ്നിയെ ലോകമെമ്പാടുമുള്ള മനുഷ്യർക്ക് ഒരേ മനസ്സോടെ പ്രിയം. അഗ്നിയുടെ മറുപേരാണ് നോളജ്, ആ മറുപേരാണ് സംസ്കാരം, ആ മറുപേരാണ് കല, ആ മറുപേർ കൂടിയാകുന്നു കേളി എന്നതുകൊണ്ടാണ് അറേബ്യൻ പ്ലെയിൻ ബാറ്റിൽ എന്ന അഗ്നി എല്ലാവരെയും ഒരേ മനസ്സോടെ ചൂടുകായാൻ പ്രേരിപ്പിച്ചത്. ആ അഗ്നിയിൽ വിളഞ്ഞ ഒരു പഴമുണ്ട്. പഴം എന്ന് കേൾക്കുമ്പോൾ മധുരം എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ കരിമ്പിൻ തുണ്ട് പോലെ എന്ന്. അഗ്നി എന്നാൽ ചൂടെന്നാണ് അർത്ഥം. ചൂട്, ഈ തപിപ്പിക്കുന്ന ബോധം, ഉൾച്ചൂടുമൊക്കെ ഉണ്ടല്ലോ. മധുരത്തിന് ചൂടുണ്ടാകുമോ? ചൂടിന് മധുരമുണ്ടാകുമോ? ഉണ്ടെന്ന് എൻ്റെ അഭിപ്രായം വിലയിരുത്തൽ. മധുരിക്കുന്ന ചൂടിൻ്റെ പേരാണ് അറിവ്, അല്ലെങ്കിൽ ചുട്ടുപൊള്ളിക്കുന്ന കരിമ്പിൻ തുണ്ടിന്റെ പേരാണ് വിജ്ഞാനം. കേളി യാഥാർത്ഥ്യമാക്കിയത് അതാണ്. സീസൺ 2 ഉണ്ടാകും. ഒരുപക്ഷെ വ്യത്യസ്തമായ രൂപഭാവങ്ങളോടെ ആയിരിക്കാം. ഇക്കുറി ചിലപ്പോൾ മത്സരാർത്ഥികൾ വ്യത്യസ്ത സ്വഭാവങ്ങളിലുള്ളവരായിരിക്കാം. എങ്കിലും അറിവുള്ളിടത്തോളവും ആയുസ്സുള്ളിടത്തോളവും അവരുടെ ഹൃദയത്തിലേക്ക് പുത്തനറിവ് നേടുവാൻ പ്രേരിപ്പിക്കുന്ന വൈജ്ഞാനിക വഴികളിൽ സഞ്ചരിക്കാൻ ഞാനുണ്ടാകും. കേളിക്ക് പോലുള്ള സമബോധ്യങ്ങളുള്ള അടയാളങ്ങൾ ഉയർത്തിപ്പിടിച്ചു. ലോകമെമ്പാടുമുള്ള പ്രവാസി മലയാളികൾക്ക് തിരിച്ചു പോകാൻ ആഗ്രഹമിടയ്ക്കൊക്കെ ഉണ്ടാകും, ജീവിതത്തിൽ തിരികെ മടങ്ങിയെത്താൻ. എന്നോട് ഒരിക്കലും ഒരാൾ ചോദിച്ചു, എന്താണ് പ്രവാസിയെ മടക്കയാത്രയ്ക്ക് പ്രേരിപ്പിക്കുന്നത്? പ്രിയ സുഹൃത്തും വഴികാട്ടിയും ഒക്കെ ആയിരുന്ന ബാബു ഭരദ്വാജ് പ്രവാസിയുടെ കുറിപ്പുകളിൽ എഴുതിയിട്ടുണ്ട്, അവനെ മടക്കി വിളിക്കുന്നത് സ്ത്രൈണമായ ഒന്നാണ്. അമ്മ, ഭാര്യ, കാമുകി, സഹോദരി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന്. ശരിയാണ്. പക്ഷെ കുറച്ചുകൂടി ശരി എനിക്ക് തോന്നിയിട്ടുള്ളത്, തിരികെ എത്തുവാൻ മലയാളിയെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മറ്റൊന്നാണ്. വക്കൊടിഞ്ഞതും മുന കൂർത്തതും കാണാൻ ചിലപ്പോൾ ഭംഗിയില്ലാത്തതും ഒക്കെ ആയി തോന്നുന്ന 51 അക്ഷരങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു ഇന്ദ്രജാലമുണ്ടല്ലോ മലയാള ഭാഷ. ആ ഭാഷയിലെ പാട്ടുകൾ കേൾക്കാൻ, ആ ഭാഷയിൽ സംസാരിക്കാൻ, ആ ഭാഷയിൽ തെറി വിളിക്കാൻ, ആ ഭാഷയിൽ പ്രണയിക്കാൻ, ആ ഭാഷയിൽ തമാശ പറയാനൊക്കെ മലയാളി കുതിക്കുന്നു. മടങ്ങിയെത്താൻ മലയാളിയെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്ന് മലയാളം എന്ന ഭാഷ കൂടിയാണ്. ലോകമെമ്പാടുമുള്ള എല്ലാ പ്രവാസി മലയാളികളെയും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു സ്നേഹം. അമേരിക്കയിൽ ഇപ്പോ ന്യൂയോർക്കിൽ പുതിയ മേയറായിട്ട് സൊഹ്റാൻ മംദാനി ഏറ്റു. അവിടെയാണ് അമേരിക്കയുടെ ഭരണാധികാരിയായി ശ്രീ ട്രംപ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടപ്പോ മൈഗ്രേഷൻ ചെയ്തിട്ട് ഇപ്പോ തിരിച്ച് ഒന്നെങ്കിൽ ചിലപ്പോ അവരെ അല്ലെങ്കിൽ അവരുടെ മക്കൾ എന്തായാലും തിരിച്ച്. നമീർ, ഞാൻ തിരിച്ചൊരു 5 ചോദ്യം ചോദിച്ചു.